നമസ്കാരം. നയന ക്രിയേഷൻസിൽ നിന്ന് അകാല നര വരാണ്ടിരിക്കാനും പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചണ രീതിയാണ് കാണിക്കാൻ പോണത്. ഇത് ഇരട്ടി മധുരമാണ്. ഇത് പച്ചമരുന്ന് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. 1 കിലോ എണ്ണ കാച്ചാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ആവശ്യത്തിനുള്ള തൂക്കം തരും. പിന്നെ ഒരു 250 ഗ്രാം നെല്ലിക്കയും കൂടെ വേണം. ഇപ്പോൾ നെല്ലിക്കയും ഇരട്ടി മധുരവും നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇരട്ടി മധുരം പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. ഇനി വേണ്ടത് കൃഷ്ണ തുളസിയുടെ ഇലയാണ്. അത് ഇതേപോലെ ഒരു കുമ്പിൾ നിറച്ചെടുത്തിട്ടുണ്ട്. വലിയ തണ്ടൊക്കെ നീക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കറ്റാർവാഴയാണ്. ഇത് ചെറുതായതുകൊണ്ട് 5-6 ഇല എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 3-4 മതിയാവും. ഇനി വേണ്ടത് നമ്മൾ കറിക്കൊക്കെ എടുക്കണ കറിവേപ്പിലയാണ്. അതും തുളസിയുടെ ഇല എടുത്ത പോലെ തന്നെ ഒരു കുമ്പിൾ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കണത് ഇത് കഞ്ഞുണ്ണി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത്. കയ്യോന്നി, ഭൃംഗരാജൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇനി കഴിക്കണ വേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒരു പിടി മതിയാവും. ഇപ്പോൾ കറ്റാർവാഴ ഇവിടെ നട്ട് വളർത്തിയത് മുറിച്ചെടുത്തതാണ്. മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് മഞ്ഞ കളറിൽ ഇതേപോലെ ഒരു ദ്രാവകം വരും. ഈ ദ്രാവകം മുഴുവനും പോയതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം ചായച്ച് വെച്ചാൽ മതി. പിന്നെ ചേർക്കണത് കുറച്ച് ചെമ്പരത്തിപ്പൂവ്, മൊട്ട്, അതിൻ്റെ ഇല, ഇത്രയും സാധനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവും ഇലയൊക്കെ ഞാൻ ജ്യൂസ് എടുക്കാണ്ട് ഇത് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യണത്. ഇനി വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. അതിൻ്റെ കുറച്ച് തണ്ടും കൂടി ചേർന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് കഞ്ഞിക്കൂർക്കാന്നും പറയും. ഈ കറ്റാർവാഴ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലുള്ള മുള്ളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഈ ഏറ്റവും അറ്റത്തുള്ള തുമ്പ് കട്ട് ചെയ്ത് കളയാം. 2 ഭാഗത്തുള്ള മുള്ള ചെത്തി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ജ്യൂസാണ് ഞാൻ എണ്ണയിൽ ചേർക്കാൻ പോകുന്നത്. ഇതേപോലെ പൾപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ്. അതും ഇതേപോലെ ഒരു കുമ്പിൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇലകളും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കഴിക്കണ വേപ്പിൻ്റെ ഇല, കറിവേപ്പില, മൈലാഞ്ചിയുടെ ഇല, പിന്നെ തുളസിയുടെ ഇല, എല്ലാ ഇലകളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം മിക്സിയിൽ ഇട്ട് അടിച്ചിട്ടാണ് ജ്യൂസ് എടുക്കാൻ പോണത്. പണ്ടൊക്കെ ആണെങ്കിൽ ഉരലിലൊക്കെ ഇട്ട് ചതച്ചതിന് ശേഷം ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇതാ പനിക്കൂർക്കയുടെ ഇലയും ഇതേപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഇലകളുടെയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കയ്യോന്നിയുടെ ഇലയാണ്. ഇതിൻ്റെ ഇല മാത്രമല്ല, തണ്ടോട് കൂടിയാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കഷ്ണങ്ങളാക്കണത്. ഇനി മിക്സിയുടെ വലിയ ജാറിൽ കുറേശ്ശെയായിട്ട് ഈ ഇലകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം കൂടുതൽ വെള്ളം ആദ്യം ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് മിക്സിയിലിട്ട് കറക്കിയപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കണ സമയത്ത് കൈ കൊണ്ട് ഇളക്കണ്ട. കയ്യിൽ ഇതിൻ്റെ കറ പിടിക്കും.
മിക്സിയിൽ ഇലകളൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ ഇലകൾക്കൊക്കെ ഭയങ്കര കറിയാണ്, അതൊക്കെ കയ്യിലാവും. ഇനി ചതച്ചെടുത്തിട്ടുള്ള ഇലകളൊക്കെ ഇതേപോലെ ഗ്ലൗസ് ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടല്ല നമ്മൾ പിഴിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറ നഖത്തിൻ്റെ ചുറ്റും കയ്യിലൊക്കെ ഇതിൻ്റെ കറ പിടിക്കും. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും അതൊന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആദ്യം അടിച്ചെടുത്ത ഇലകളുടെയൊക്കെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇലകളും ഇതേപോലെ തന്നെ മിക്സിയിൽ കുറേശ്ശെയായിട്ട് ചതച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ബാക്കിയുള്ള ഇലകൾ ഇട്ടിട്ട് ഇതേപോലെ തന്നെ 1/4 ഗ്ലാസ് വീതം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോകണ്ട. ഇതേപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ബാക്കിയുള്ള ഇലകളും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇലകളെല്ലാം ഇതേപോലെ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് അരിപ്പയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ തോർത്തെടുത്തിട്ട് അതിലൊഴിച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇനി ഈ കറ്റാർവാഴയുടെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതും കൂടി മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഇലകളൊക്കെ ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഇലകളുടെയൊക്കെ ജ്യൂസും കറ്റാർവാഴയുടെ ജ്യൂസൊക്കെ കൂടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാ ജ്യൂസുകളും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 കിലോ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെമ്പരത്തിയുടെ ഇല, പൂവ്, മുട്ട എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര വഴുവഴുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഇത് അരയ്ക്കാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നീലമരിയുടെ ഇലയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുമ്പിൾ നിറച്ച് ഇല ജ്യൂസ് എടുത്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർക്കണത്. 25 ഗ്രാം ചേർക്കുന്നുണ്ട്. അപ്പോൾ നീലമരിയുടെ ഇല കിട്ടാത്തതുകൊണ്ടാണ് ഇതിൽ പൗഡർ ചേർത്ത് കൊടുത്തത്. ഇല കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മറ്റുള്ള ഇലകളൊക്കെ ജ്യൂസ് എടുക്കണ പോലെ നീലമരിയുടെ ഇലയും ജ്യൂസ് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ട കട്ടാണ്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി നന്നായി തിളച്ച് കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അരമണിക്കൂർ നേരം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. പിന്നെ 2ാമത്തെ ദിവസമാണ് ഇതിൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ പോണത്. ഇത് ഇളക്കുമ്പോൾ ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേപോലെ കുറേശ്ശായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു അരമണിക്കൂർ സമയം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അതിന് ശേഷം അത് അടച്ചു വയ്ക്കാം. ഇനി ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് 2ാമത്തെ ദിവസമാണ് ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത്. ഈ നെല്ലിക്ക ജ്യൂസാക്കി എടുക്കാം. ആദ്യം നെല്ലിക്ക വെറുതെ ഒന്ന് കറക്കിയെടുത്തതാണ്. അതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒന്നടിച്ചെടുത്തിട്ടുള്ള നെല്ലിക്കയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ നെല്ലിക്കയുടെ ജ്യൂസ് മുഴുവൻ നമുക്ക് അരിപ്പയിലിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഇരട്ടി മധുരം മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം അടിച്ചപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുതിർത്താൻ വെച്ച ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം.
ഇലകളുടെ ജ്യൂസും വെളിച്ചെണ്ണയും കൂടി തിളപ്പിച്ചിട്ടിട്ടുള്ള അതിൻ്റെ കൂടെ നെല്ലിക്ക ജ്യൂസും ഇരട്ടിമധുരം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇരട്ടിമധുരം അരച്ചതും നെല്ലിക്ക ജ്യൂസൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഇലകൾ കിട്ടിയപ്പോൾ ഇല വാടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ ജ്യൂസ് എടുത്ത് തിളപ്പിച്ചിട്ടതാണ്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉലുവ, 1 ടേബിൾ സ്പൂൺ നിറച്ച് കരിഞ്ജീരകം, ഇത് രണ്ടും കൂടി മിക്സിയിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി കരിഞ്ജീരകവും ഉലുവയും കൂടി പൊടിച്ചത് എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഈ എണ്ണ തിളപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് ഈ എണ്ണയിൽ ചേർന്ന് കിട്ടും. ഇത് മുടിക്ക് കളറ് കിട്ടാൻ വളരെ നല്ലതാണ്. ഈ എണ്ണയുടെ കളർ തന്നെ കണ്ടാൽ നമുക്കറിയാം, നല്ല കറുത്ത കളറാണ്. ഈ തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുള്ള എണ്ണയിൽ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഇതൊന്ന് തിളയ്ക്കണ വരെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. അതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊരു ചളി പാകം ആവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സ്പൂണിലൊന്നും അധികം പിടിച്ചിട്ടില്ല, കണ്ടോ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ചളി പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം എണ്ണ തിളപ്പിക്കാൻ വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ചെമ്പരത്തിയിൽ നിന്ന് 2 പൂവും കൂടെ കിട്ടി. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നമ്മൾ കാച്ചുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഇളക്കി നോക്കുമ്പോൾ കണ്ടു, ഈ കയ്യിലൊന്നും ഇങ്ങനെ അധികം വരുന്നില്ല. ഇപ്പോഴും ഇത് ചളി പാകമായിട്ടില്ല. ഈ എണ്ണ നമ്മൾ അടുപ്പത്ത് വെച്ച സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു കുറച്ച് ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചളി പാകമാകുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഇതാ ഒരു ഏതാണ്ട് അരമണിക്കൂറിലധികമായിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ കോരുമ്പോൾ ചളി പോലെ കണ്ടോ, ഇങ്ങനെ കുറുകിയ പോലെ കിട്ടും. ഇതാണ് ചളി പാകം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കോരി നോക്കുമ്പോൾ കണ്ടോ ചളി പോലെ ഇല്ലേ ഇരിക്കുന്നത്. ഇതാണ് ചളി പാകം. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ 3-ാമത്തെ ദിവസം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ജ്യൂസുകളുടെയും മറ്റേ ഇരട്ടി മധുരം അരച്ച് ചേർത്തൊക്കെ നന്നായിട്ട് എണ്ണയിൽ യോജിച്ചിട്ടുണ്ട്. എണ്ണ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ എണ്ണയുടെ കളർ ഇങ്ങനെ നല്ല കറുപ്പ് കളറായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ ഇതൊരു പച്ച കളറായിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് എണ്ണ പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കയ്യിലോണ്ട് മീതേന്ന് ഇതേപോലെ എണ്ണ മാത്രമായിട്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ എണ്ണ വേറെയും ഈ ഇതിൽ ചേർത്തിട്ടുള്ള ജ്യൂസും ഇരട്ടി മധുരമൊക്കെ വേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് എണ്ണയിൽ പിടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മൾ ഈ കയ്യിലോണ്ട് ഇതേപോലെ എടുക്കുമ്പോൾ എണ്ണ വേറെയും അതിൻ്റെ വേസ്റ്റ് വേറെ ആയിട്ട് ഇങ്ങനെ വരും. ഇനി ഇത് നമുക്ക് അരിച്ചു മാറ്റാം. എണ്ണ അരിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രവും അരിപ്പയൊക്കെ നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ പാകമായി കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് കയ്യിലിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തിരുമ്മി നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു വരണം. അതാണ് പാകം. ഇപ്പോൾ ഈ അരിപ്പയുടെ മുകളിലേക്ക് ഇതേപോലെ ഒരു തുണി വെച്ചതിന് ശേഷം ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത എണ്ണയിലേക്ക് അഞ്ഞനക്കല്ലും പച്ചക്കർപ്പൂരവും പൊടിച്ച് ചേർക്കണം. ഈ അഞ്ഞനക്കല്ലും പച്ചക്കർപ്പൂരവും പച്ചമരുന്ന് അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കിട്ടുന്ന കടയിൽ അവരോട് 1 കിലോ വെളിച്ചെണ്ണ കാച്ചാനുള്ളതെന്ന് പറഞ്ഞാൽ അതിന് പാകത്തിനുള്ളത് അവർ തരും. അത് ഇതേപോലെ ആദ്യം അഞ്ഞനക്കല്ല് പൊടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ പച്ചക്കർപ്പൂരം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ അരിച്ചു വെച്ചിട്ടുള്ള എണ്ണയിലേക്ക്
അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരം പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കാനെടുക്കണ സ്പൂണിൽ ഒട്ടും വെള്ളമയം പാടില്ല. അപ്പോൾ എണ്ണ അരിച്ചെടുത്തതിന് ശേഷമുള്ള ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ കിഴിയൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമുക്ക് അത് കുപ്പിയിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.